അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കോമാടനാകെ നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓർക്ക് പിഴക്കൂലല്ലോ, ഒരു കോമാടൻ്റെ മൈക്കുകളാണല്ലോ. അപ്പോൾ അതൊന്ന് കോമാട തെറിയൂര് പറയുന്നുണ്ട്, അതൊന്ന് കേൾക്കും, എന്നിട്ട് ബാക്കി വിശദീകരിക്കാണ്ട്. ആദർശ മുന്നേറ്റ വേദികളിൽ നമ്മൾ കേവലം ഒരു മൈക്ക് മാത്രമാണ്. നമ്മൾക്ക് ഈ വിവരം, നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതും ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയവും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല, തന്നിഷ്ടമല്ല. മറിച്ച് അത് നമ്മളോട് പറയാൻ, നിർദ്ദേശിക്കാൻ അർഹതപ്പെട്ട, അല്ലാഹുവുമായി ബന്ധമുള്ള, മുത്തുനബിയുമായി ബന്ധമുള്ള ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ മശായിഖന്മാർ, അവരുടെ ഹദ്റത്തിൽ പോയിരുന്ന് അവരുടെ നിർദ്ദേശപ്രകാരം അവർ പറയുന്നതാണ് നമ്മൾ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പിഴക്കൂല. അവർ മൈക്കുകളാണ് കോമാളൻ്റെ. അപ്പം എന്തായാലും അവർക്ക് പിഴക്കാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്തു, വലിയ കോടാമ്പിക്ക് പയച്ചു. അത് പയച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവർക്ക് പയക്കാൻ പാടില്ലല്ലോ, എന്തായാലും പുറത്ത് കിട്ടുന്നില്ല, ഉറപ്പല്ലേ. അങ്ങനെ നമ്മളത് എന്ത് ചെയ്തു, പുറത്ത് കിട്ടും. ഇതെന്താ സംഭവം ചോദിച്ചു കണ്ട് ആ പയച്ചൊരു വിഷയം ഒന്ന് നിങ്ങൾ കേൾക്കും. വലിയ കോളാമ്പിൻ്റെ ആണ്. മശായിഖിന്റെ മടിത്തട്ടിൽ വളർന്ന അഹ്ലുസുന്നയുടെ രാജകുമാരനായ ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത് ഇട്ടുകൊണ്ട് നമ്മൾ ചോദിച്ചു, ആരാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുകളിലുള്ളൊരു മശായിഖ് ആരാന്ന് ചോദിച്ചു. അവർക്ക് പയക്കാൻ പാടില്ലല്ലോ, അപ്പോൾ ഒരു സംഭവം ഉണ്ടാവുമല്ലോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതിനെന്ത് ചെയ്തു, ന്യായീകരിക്കാൻ, ആ തെറ്റ് ന്യായീകരിക്കാൻ വന്നതാണ്. അതാണ് അതിലും വലിയ വിഷയം. ന്യായീകരിക്കാൻ വന്നത് തന്നെ എന്ത് ചെയ്തു, തെറ്റിപ്പോയി. അതൊന്ന് കേട്ടോ കാണി, എന്താണ് ഇറ്റൊക്കെ അവസ്ഥ. ഒരു മൈക്കകളാണോ അത്രേ. ഞങ്ങൾ കേട്ട ആർക്കും അത് മനസ്സിലാവും, ആർക്കും മനസ്സിലാവും. ഞങ്ങൾക്ക് ഒരു വാക്ക് ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി, അതിന് പിന്നെ കണ്ണാടി നേലുണ്ടാക്കി, അങ്ങനത്തെ പണിയൊന്നും ഞങ്ങൾക്കില്ല. അത് പറയുമ്പോ മാറിപ്പോയതാണ്. മടിത്തട്ടിൽ വളർന്നു എന്ന് ഞാൻ പറഞ്ഞത് ഇമാം ഇബ്നു ഹജർ തങ്ങളെ കുറിച്ചാണ്, ലോക നേതാവിനെ കുറിച്ചാണ്. ആര് രേഖപ്പെടുത്തിയത്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്. നിങ്ങൾ അങ്ങനെയല്ല. അവിടെ നോക്കുകയാണെ, ലോക നേതാവിനെ കുറിച്ചാണ് ആര് രേഖപ്പെടുത്തിയത്? മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ ആരാ ലോക നേതാവ്? ന്യായീകരിക്കാൻ വന്നതാണ്, അതന്നെ പയച്ചുപോയി. നൗഷാദെ ഒക്കെ പയക്കും. കോമാടന്റെ എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെ നഷ്ടപ്പെട്ടത്? അത് ഇനി നൗഷാദ് തന്നെ പറയും. എങ്ങനെയാ നൗഷാദ് എന്ന് പറഞ്ഞ എന്താ ഇപ്പത്? നൂല് പൊട്ടിയ പട ഈ ഇതിനെപ്പോലെ അപ്പേ കോമാടന്റെ നിയന്ത്രണമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നൂല് പൊട്ടിയ പട്ടം പോലെ ആയിട്ടുണ്ട്. അതൊക്കെ പോയി, നിയന്ത്രണം മൊത്തം വിട്ടുപോയി. ഇപ്പൊ എന്താ പറയണേ, എന്താണ് ചെയ്യണത്, ഒരു വിവരമില്ല. കോളാമ്പി ആകെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കൊണ്ടിരിക്കുക. ന്യായീകരിക്കാൻ വന്നതിന് എന്ത് ചെയ്യാണ്, തെറ്റിപ്പോണ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നാ ശരി, എന്നാ അസ്സലാമു അലൈക്കും. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്.